ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ അനാലിസിസും ഒപ്പം തന്നെ എക്സ്പെക്ടേഷൻസും നമ്മളോടൊപ്പം പങ്കുവെക്കുവാനുമായിട്ട് ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അല്ല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഇന്നലത്തെ ഒരു യു എസ് സൂചികകളിലേക്ക് നോക്കുകയാൽ വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു സാക്ഷ്യം വഹിച്ചിരുന്നത്. പ്രത്യേകിച്ചും ആരംഭിച്ചപ്പോൾ ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു ഇൻഡെക്സുകൾ ആരംഭിച്ചത് എങ്കിൽ പോലും പിന്നീട് ഇത്തരത്തിൽ ട്രംപിൻ്റെ ഒരു താരിഫ് നടപടികളുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങൾ, താരിഫ് നയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങൾ വിപണിയിൽ വലിയ തോതിലുള്ള ഒരു സെൽ ഓഫിലേക്കാണ് നയിച്ചിരിക്കുന്നത്. ഡൗ ജോൺസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏകദേശം 650 പോയിൻറ്റ്സിൻ്റെ ഒരു ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നാസ്ഡാക്ക് ആകട്ടെ 2.5% മുകളിൽ ഇടിവിലേക്ക് പോയിരിക്കുന്നു. S&P 500 ആണെങ്കിലും ഏകദേശം ഒരു 1% മുകളിലുള്ള ഒരു ഇടിവിലേക്കാണ് പോയിരിക്കുന്നത്. NVIDIA അടക്കമുള്ള മാഗ്നിഫിഷ്യൻ 7 ഓഹരികളിലും ഒരു സെൽ ഓഫ് തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. അമേരിക്കൻ സൂചികളിലുണ്ടായ ഒരു സെൽ ഓഫിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, അമേരിക്കൻ വിപണി നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു 2 ആഴ്ചകളായിട്ട് ഡൗ ജോൺസ് ഇൻഡെക്സ് ഒരു സൈഡ് വേസ് പാറ്റേൺ ആയിരുന്നു കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഇന്നലത്തെ ആ ഒരു മേജർ സെൽ ഓഫിനെ തുടർന്ന് അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബെയറിഷായി മാറിയിട്ടുണ്ട്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ അടുത്ത മേജർ സപ്പോർട്ട് ഏരിയ 42,800 പോയിന്റ്. ബട്ട് എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു സപ്പോർട്ട് താമസിക്കാതെ ബ്രേക്ക് ചെയ്യപ്പെടും. അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ള മേജർ സപ്പോർട്ട് 42,000 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബെയറിഷായി മാറും. അതിനുള്ള സാധ്യതയും വളരെ ഹൈ ആയിട്ട് കാണാൻ സാധിക്കുന്നു. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഓൾറെഡി ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിരുന്നു. നാസ്ഡാക്ക് ഇൻഡെക്സ് അതിന്റെ വളരെ മേജർ ഒരു സപ്പോർട്ട് ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്, 20,000 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സെല്ലിംഗ് പ്രഷറിന് ശക്തി പ്രാപിക്കും. അപ്പം കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റുകളെ പോലെ തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിലും ഒരു ബെയറിഷ് ടോൺ എന്നുള്ള ഒരു കറക്റ്റീവ് ടോണാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. WTI ക്രൂഡിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് നിലവിൽ ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിലായിരുന്നു ട്രേഡിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. $68.925 എന്ന നിലയിൽ. എന്നാൽ ഇന്നത്തെ ഒരു ഏർലി അവേഴ്സിലുള്ള ഏകദേശം ഇന്ത്യൻ സമയം ഒരു 11:00 ശേഷമുള്ള ഒരു സമയം പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. എന്നാൽ ഇത്തരത്തിലൊരു പ്രഖ്യാപനത്തെ തുടർന്ന് ഹെവി ആയിട്ടൊരു സെൽ ഓഫ് ആണ് ക്രൂഡിലും കാണാൻ സാധിച്ചിരിക്കുന്നത്. ആ ഒരു വീഴ്ചയിൽ നിന്ന് കരകയറാനും ഇതുവരെയും ഈ ഒരു നിമിഷം വരെയും ക്രൂഡിന് സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ചും സപ്ലൈ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ OPEC പ്ലസ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതടക്കമുള്ള അപ്ഡേറ്റ്സും എത്തുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ടേക്ക് ക്രൂഡിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ക്രൂഡിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു മേജർ സപ്പോർട്ട് $70 ആയിരുന്നു. ആ ഒരു സപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച തന്നെ ബ്രേക്ക് ചെയ്യപ്പെട്ടിരുന്നു. ആൻഡ് ഇന്നലെ നമ്മൾ വീണ്ടും ഒരു വീക്ക് ക്ലോസ് ആയിരുന്നു ക്രൂഡിൽ കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. സോ മൈ എക്സ്പെക്ടേഷൻ ക്രൂഡിൽ വരും സെഷൻസിൽ നമുക്ക് വീണ്ടും കുറേ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കും. അടുത്ത മേജർ സപ്പോർട്ട് ഏരിയ 66 മുതൽ $67 കാണാൻ സാധിക്കുന്നത്. ക്രൂഡിന്റെ കേസിൽ നമ്മളിപ്പോൾ ഈ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ റിസ്കി ആയിരിക്കും. ഗോൾഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കമ്മോഡിറ്റി മാർക്കറ്റിൽ അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ, ഇന്നലത്തെ ഒരു ഹെവി സെൽ ഓഫിൽ അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിച്ചത് ഗോൾഡിനായിരുന്നു എന്ന് തന്നെ പറയാം. നിലവിൽ ഒരു ഫ്ലാറ്റ് സ്റ്റോണിലാണ് ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രോയ് ഔൺസിന് $2,886.82 എന്നൊരു നിലയിലാണ് ഗോൾഡിൽ ഇപ്പോൾ ട്രേഡിംഗ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇത്തരത്തിൽ ഈ ഒരു അനിശ്ചിതാവസ്ഥ ഉടലെടുക്കുമ്പോൾ മുന്നോട്ടേക്കുള്ളൊരു ഗോൾഡിൻ്റെ വിലയിരുത്തൽ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് താങ്കൾക്കുണ്ടോ? ക്രൂഡിന്റെ കേസിൽ കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമുക്ക് ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ച $2,950 ലെവലിലായിരുന്നു ഓൾ ടൈം ഹൈ. അതിനുശേഷം നമുക്ക് നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സ്വർണത്തിന്റെ കേസിൽ ബുള്ളിഷായി തന്നെ തുടരുന്നു. എങ്കിലും നമുക്ക് ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് വളരെ റിസ്കി ആയിരിക്കും എടുക്കാനായിട്ട്. സോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ $2,838 ലെവലിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആഭ്യന്തര വിപണിയിലേക്ക് എത്തുകയാണെങ്കിൽ വാരാദ്യത്തിലും ഇന്നലത്തെ ഒരു ഫസ്റ്റ് ഡേ ആയിരുന്നു. എന്നിരുന്നാൽ പോലും നിക്ഷേപകരെ നിരാശപ്പെടുന്ന തരത്തിലൊരു പ്രകടനമായിരുന്നു നിഫ്റ്റി 50യിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു ഘട്ടത്തിൽ 22,000 എന്നൊരു ലെവലും കൈവിടുന്നു എന്നൊരു ഭീതിയിലേക്ക് നയിച്ചിരുന്നു എങ്കിൽ പോലും പിന്നീട് അവിടെ നിന്നൊരു ബൗൺസ് ബാക്ക് നടത്തിക്കൊണ്ട് 22,119.3 എന്ന നിലയിൽ ഒരു ഫ്ലാറ്റ് സ്റ്റോണിൽ ക്ലോസ് ചെയ്യാനായിട്ട് നിഫ്റ്റി 50ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി 50യിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
അല്ല, അൺഫോർച്ചുനേറ്റ്ലി നിഫ്റ്റി 50യുടെ കാഴ്ചപ്പാട് ബെയറിഷായി തന്നെ തുടരുന്നു. നിഫ്റ്റിക്ക് ഇനി മേജറായിട്ട് ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ 22,000 പോയിന്റിന്റെ സപ്പോർട്ട് താമസിക്കാതെ ബ്രേക്ക് ചെയ്യപ്പെടും. അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 21,200, 21,300 ഈ ഒരു റേഞ്ചിലായിരിക്കും. യെസ്, അപ്പോൾ തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും തുടക്കത്തിൽ ഒരല്പം ബുള്ളിഷ് ടോണിൽ പറയാൻ സാധിക്കുമെങ്കിൽ പോലും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. HDFC ബാങ്ക് അടക്കമുള്ള പല ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഓഹരികളിലും വളരെ ശക്തമായിട്ടൊരു ബൈയിങ് കടന്നു വന്നിരുന്നു. എന്നാൽ ആദ്യത്തെ ഒരു മണിക്കൂറിൽ തന്നെ ആ ഒരു നേട്ടം എല്ലാം തന്നെ കൈവിട്ടുകൊണ്ട് പിന്നീട് ഒരു ഇടിവിലേക്ക് നീങ്ങുന്ന സ്ഥിതിയായിരുന്നു നിഫ്റ്റി ബാങ്ക് സൂചികയിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നതും 230 പോയിന്റ്സിലധികം ഇടിവിൽ 48,114.3 എന്ന നിലയിലാണ്. നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും നമുക്ക് വീക്ക്നെസ് ഇപ്പൊ കാണാൻ സാധിക്കുന്നുള്ളൂ. കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് നിഫ്റ്റി 50 അപേക്ഷിച്ച് നമുക്കൊരു മൈനർ ഔട്ട് പെർഫോമൻസ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിച്ചിരുന്നു. ബട്ട് ഇന്നലത്തെ ആ ഒരു സെല്ലിങ്ങിനെ തുടർന്ന് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കാഴ്ചപ്പാടും ബെയറിഷായി മാറുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ഇന്നലെ നമ്മൾ ചില സെലക്റ്റീവ് ബാങ്കിങ് സ്റ്റോക്സിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടത് ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി ഫ്രഷ് ബൈയിങ് ഇൻട്രസ്റ്റ്. അത് എൻ്റെ അഭിപ്രായത്തിൽ അത് ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിങ്. യെസ്, ഒപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളധികം ഡിസ്കസ് ചെയ്യാത്തൊരു ഓഹരിയായിരുന്നു 361 വാം എന്ന് പറയുന്ന ഒരു ഓഹരി. ഫിനാൻഷ്യൽ സെക്ടറിലെ ഒരു ഓഹരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് ഇത്രയധികം കറക്ഷൻ നേരിടുമ്പോൾ പോലും പല ബ്രോക്കറേജസിൻ്റെയും റഡാറിലേക്ക് എത്തിയ ഒരു ഓഹരി കൂടിയാണ് 361 വാം എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഒരു വലിയ തോതിലൊരു വളർച്ചാ സാധ്യത ഒരു 1 ഇയർ ടേമിൽ പരിശോധിക്കുമ്പോഴേക്കും ഉണ്ട് എന്ന് കൂടി പല ബ്രോക്കറേജുകളും പറഞ്ഞിരിക്കുന്ന ഓഹരി കൂടിയാണ് 361 വാം എന്ന് പറയുന്നത്. 361 വാമിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? 361ന്റെ കേസിലും നമുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നമുക്കൊരു ഷോർട്ട് കവറിങ്ങിനെ തുടർന്ന് ഒരു റിക്കവറി കാണാൻ സാധിച്ചു. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ സ്റ്റോക്ക് 1,120 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 940 അതിനുശേഷം 865 സപ്പോർട്ട് ലെവൽസ് ആയിരിക്കാൻ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. യെസ്, ഒപ്പം തന്നെ മറ്റൊരു ഓഹരിയാണ് ഈ മുദ്ര ലിമിറ്റഡ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടുള്ളൊരു സെൽ ഓഫ് രേഖപ്പെടുത്തിയ ഓഹരി കൂടിയാണ് ഈ മുദ്ര എന്ന് പറയുന്നത്. ഈ മുദ്രയെ സംബന്ധിച്ചിട്ടും ഒരു മിഡ് ക്യാപ് സ്പേസിൽപ്പെട്ട ഒരു സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഓഹരിയാണ് ഈ മുദ്ര എന്ന് പറയുന്നത്. ഇന്നലെ പരിശോധിക്കുമ്പോൾ 6.98% ഇടിവിൽ 790 രൂപ എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ മുദ്രയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഈ മുദ്രയുടെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ മുദ്രയുടെ കേസിൽ നമുക്ക് ഫെബ്രുവരി മാസത്തിൽ പൂർണ്ണമായിട്ടും നമുക്കൊരു ഷോർട്ട് കവറിങ് കാണാൻ സാധിച്ചു. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 880 രൂപയിലാണ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാലേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കത്തുള്ളൂ. അറ്റ് ദിസ് പോയിന്റ് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന ഒരു കാര്യം വളരെ ബുദ്ധിമുട്ടായിരിക്കും. അടുത്തതായിട്ട് റിലയൻസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. റിലയൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെയും കാര്യമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നടത്താൻ സാധിക്കാതെ ഏകദേശം ഒരു 2% മുകളിൽ ഇടിവിലേക്ക് പോയ ഒരു ഓഹരി കൂടിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. 1171.25 എന്ന നിലയിലാണ് ഇന്നലെ റിലയൻസ് ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. റിലയൻസ് ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിലും നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായിട്ട് കാണാൻ സാധിക്കുന്നുള്ളൂ. സോ അറ്റ് ദ മൊമെന്റ് നമുക്ക് ഇതിൻ്റെ ഒരു ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. റിലയൻസ് ഇൻഡസ്ട്രിയെ പോലെയുള്ള ഹെവി വെയ്റ്റ്സിൽ വരുന്ന ഈ സെല്ലിംഗ് പ്രഷർ കാരണമാണ് മെയിനായിട്ട് നമുക്ക് നിഫ്റ്റി 50 ഇത്രയും വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. യെസ്, ഒപ്പം തന്നെ ഇന്നലെ 52 വീക്ക് ലോയിലേക്ക് എത്തിയ മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് LICയുടെ ഓഹരികളായിരുന്നു. LICയെ സംബന്ധിച്ചിട്ടും 1.44% ഇടിവിൽ 729.85 എന്നൊരു നിലയിലാണ് LICയുടെ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. LICയിലുള്ള താങ്കളുടെ ഒരു ലോങ് ടേം നിരീക്ഷണം എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി LICയുടെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായിട്ട് കാണാൻ സാധിക്കുന്നത്.
ഈ ഒരു കേസിലും നമുക്കത് ഇതിൻ്റെ ഒരു ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 700 രൂപയുടെ സപ്പോർട്ടായിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിങ്ങിന് ഒരു ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട്. ഷോർട്ട് കവറിങ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ഏരിയ ആദ്യത്തെ 800-ഉം അതിനുശേഷം 840. ഇന്നലത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുമ്പോൾ ആദ്യ മിനിറ്റുകളിൽ ഒരു നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയ ഒരു സെക്ടർ എന്ന് പറയുന്നത് ഓട്ടോ സെക്ടറായിരുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഓട്ടോ സെയിൽസിൻ്റെ ഡേറ്റകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പല കമ്പനികളുടെയും നമ്പേഴ്സ് അത്ര സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ല, എന്നാൽ ചിലത് സ്ട്രീറ്റിൻ്റെ എസ്റ്റിമേറ്റ് ബീറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ടാറ്റ മോട്ടോഴ്സിലേക്കാണ് എത്തുന്നത്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇന്നലെ വളരെ ഒരു ഫ്ലാറ്റായൊരു ടോണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇന്നലത്തെ ഒരു പുതിയൊരു 52 വീക്ക് ലോയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയുമാണ് കാണുന്നത്. സെയിൽസ് നമ്പേഴ്സ് എന്ന് പറയുന്നതും അത്ര സാറ്റിസ്ഫാക്ടറി ആയിട്ടില്ല. ഏകദേശം ഒരു 8% ഇടിവാണ് സെയിൽസിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിലൊരു ഓവർസോൾഡ് സോണിലേക്ക് പോയിരിക്കുന്ന ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നമ്മൾ ടാറ്റ മോട്ടോഴ്സിലോട്ട് വരുന്നതിന് മുൻപ് നമ്മളിപ്പോൾ നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിന്റെയും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സെക്ടറിലും നമുക്കൊരു ഷോർട്ട് കവറിങ്ങിന് ഒരു പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഷോർട്ട് കവറിങ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 22,000 മുതൽ 22,300 റെസിസ്റ്റൻസ് ആയിരിക്കും നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും ടാറ്റ മോട്ടോഴ്സിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അഗെയിൻ ബെയറിഷായി തുടരുന്നു. നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു കേസിലും ഷോർട്ട് കവറിങ് നടക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് 680, അതിനുശേഷം 720 ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഒപ്പം തന്നെ ഈ ഒരു ഓട്ടോ സെക്ടറിൽ താങ്കളുടെ ഫോക്കസിൽ ഏതെങ്കിലും ഓഹരികളുണ്ടോ? അല്ല, അൺഫോർച്ചുനേറ്റ്ലി ഓട്ടോ മേഖലയിൽ എനിക്കൊരു ബൈയിങ്ങിന് വേണ്ടി ഒരു സ്റ്റോക്കും കാണാൻ സാധിക്കുന്നില്ല. എന്തെന്നാൽ നമ്മളിപ്പോൾ മാരുതി ആകട്ടെ, മഹീന്ദ്ര ആകട്ടെ, ഹ്യുണ്ടായി ആകട്ടെ, ബജാജ് ഓട്ടോ ആകട്ടെ മുതലായ എല്ലാ സ്റ്റോക്സിലും നമുക്ക് സെല്ലിംഗ് പ്രഷർ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുമ്പോൾ ട്രേഡിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോഴേക്കും മെറ്റൽ ഓഹരികളിൽ ഒരു കാര്യമായിട്ടൊരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പല മെറ്റൽ ഇൻഡെക്സും ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ടാറ്റ സ്റ്റീലുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ടാറ്റ സ്റ്റീലിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ടാറ്റ സ്റ്റീലിന്റെ കേസിൽ അഗെയിൻ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്കൊരു നേരിയ റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിന് വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് 150 രൂപയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമ്മൾ ഒരു സേഫ് സോണിലോട്ട് എത്താൻ പോകുന്നുള്ളൂ. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 130 സപ്പോർട്ടായിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അപ്പം തന്നെ സോളാർ ഇൻഡസ്ട്രീസ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ അത്രയധികം കറക്ഷൻ നേരിട്ടപ്പോൾ പോലും ഈ ഒരു ഓഹരി സോളാർ ഇൻഡസ്ട്രീസിൻ്റെ ഓഹരികൾ 3.21% നേട്ടത്തിൽ 8,989.95 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ഒരു ഫെബ്രുവരി ഓഹരികളെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപക്ഷെ ഈ ഒരു കറക്ഷനിൽ നിന്നൊരല്പം മാറി നിൽക്കാൻ സാധിച്ചൊരു ഓഹരി കൂടിയാണ് സോളാർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. സോളാർ ഇൻഡസ്ട്രീസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോളാർ ഇൻഡസ്ട്രി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഇതിൽ ആദ്യം തന്നെ പ്രേക്ഷകരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സ്റ്റോക്ക് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് നാച്ചുറലി ഓവറോൾ മാർക്കറ്റിലെ വീക്ക്നെസ് വരുന്ന സമയത്ത് സ്മോൾ ആൻഡ് മിഡ് ക്യാപ്പിലായിരിക്കും ഏറ്റവും അധികം സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുക. സോ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ കണ്ട റിക്കവറി ഈസ് ഓൺലി ഷോർട്ട് കവറിങ്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 9,600, അതിനുശേഷം 10,500. ഈ രണ്ട് റെസിസ്റ്റൻസ് ക്രോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഇതൊരു സേഫ് ഏരിയയിലോട്ട് എത്താൻ പോകുന്നുള്ളൂ. ഒപ്പം തന്നെ ഹെക്സാവെയർ ടെക്നോളജീസുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. വിപണിയിലേക്ക് എത്തിയിട്ട് ഏകദേശം ഒരു 1 വീക്ക് മാത്രമാണ് ആയിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും ഓഹരികളെ സംബന്ധിച്ച് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്നലെ ഒരു ഫ്ലാറ്റ് സ്റ്റോണിൽ ക്ലോസ് ചെയ്യാനായിട്ട് ഹെക്സാവെയറിന് സാധിച്ചിട്ടുണ്ട്. 808 രൂപ എന്ന നിലയിലാണ് ഹെക്സാവെയർ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഹെക്സാവെയറിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
ഹെക്സാവെയർ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഒത്തിരി നാളുകളായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ടൊരു ട്രേഡിംഗ് ഹിസ്റ്ററി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. നിലവിൽ ലോങ് ടേം ട്രെൻഡ് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ബട്ട് ഷോർട്ട് ടേം നോക്കുകയാണെങ്കിൽ ലിസ്റ്റിങ്ങിന് ശേഷം ഈ സ്റ്റോക്കിൽ നേരിയൊരു ഗെയിൻസ് കാണാൻ സാധിക്കുന്നത്. എങ്കിലും ഈ ഒരു അവസരം നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 780 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. യെസ്. ഒപ്പം തന്നെ അദാനി പോർട്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അദാനി പോർട്സ് അവരുടെ ബിസിനസ് അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും കാർഗോ വോളിയത്തിലടക്കം ഒരു ഡീസൻറ്റ് നമ്പർ പബ്ലിഷ് ചെയ്യാനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഏകദേശം ഫെബ്രുവരിയിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ബിസിനസ് അപ്ഡേറ്റ് പ്രകാരം 3% ഒരു വാർഷിക വളർച്ച കാർഗോ വോളിയത്തിൽ രേഖപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി ഓഹരികളിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിലും അദാനി പോർട്സിൽ ഇന്നലെ 1.5% മുകളിലുള്ള ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നും കാണാൻ സാധിക്കുന്നു. അദാനി പോർട്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി അദാനി പോർട്ട് മാത്രമല്ല, അദാനിയുടെ ഏത് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇതേ സെയിം പാറ്റേൺ കാണാൻ സാധിക്കും ആസ് ദ നിഫ്റ്റി 50. അതായത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. അദാനി പോർട്ടിന്റെ കേസിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ ആദ്യം തന്നെ 1160-ഉം അതിനുശേഷം 1340-ന്റെയും റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. ഒപ്പം തന്നെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു പക്ഷേ നിക്ഷേപർ ഈ ഒരു കറക്ഷനൊക്കെ മുമ്പ് പരിശോധിക്കുകയാണെങ്കിൽ നിക്ഷേപരുടെ ഒരു ഫേവറേറ്റ് സ്റ്റോക്കായിരുന്നു IRED എന്ന് പറയുന്നത്. IRED എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു കറക്ഷൻ ഫേസിലേക്ക് നീങ്ങിയ ഒരു ഓഹരി കൂടിയാണ് IRED എന്ന് പറയുന്നത്. IRED സംബന്ധിച്ചിട്ട് ഇന്നലത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 5% മുകളിലൊരു ഇടിവിൽ 147.31 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഒരു ഡേ ലോ എന്ന് പറയുന്നത് 143.22 ആ ഒരു നിലയ്ക്ക് വളരെ അടുത്ത് നിന്നുകൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. IRED ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി IREDയുടെ കേസിലും നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സോ ഈ ഒരു സ്റ്റോക്കിലും നമുക്ക് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 140 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒപ്പം തന്നെ അഗ്രികൾച്ചർ സെക്ടറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓഹരിയാണ്, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖല എന്ന് പറയാം. ശക്തി പമ്പ്സുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ശക്തി പമ്പ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ശക്തി പമ്പ്സ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ ഒരു കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ നല്ല ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 700 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. അതിനോടൊപ്പം തന്നെ ജിയോഫിനിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ജിയോഫിനെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ജിയോഫിന്റെ കേസിൽ റിലയൻസ് ഇൻഡസ്ട്രിയുടെ സെയിം പാറ്റേണാണ് കാണാൻ സാധിക്കുന്നത്. കണ്ടിന്യൂസ് സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിരിക്കുന്നു. അറ്റ് ദ മൊമെന്റ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. CDSലുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ ഏകദേശം ഒരു 0.5% മുകളിൽ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 1102 രൂപ എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. CDSലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? CDSലിന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിംഗിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് 1360, അതിനുശേഷം 1450. ഒപ്പം തന്നെ വിപ്രോയിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ ഇന്നലെ തുടക്കത്തിൽ ഒരല്പം പിടിച്ചു നിൽക്കുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് IT ആയിരുന്നു. ITയെ സംബന്ധിച്ചിട്ട് ഇന്നലത്തെ ഒരു വളരെയധികം സെൽ ഓഫ് മറ്റ് സെക്ടേഴ്സിലൊക്കെ പോയപ്പോൾ പോലും IT ഓഹരികൾ പലതിലും ഒരു മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു. വിപ്രോയും ആ ഒരു ലിസ്റ്റിൽപ്പെട്ട ഓഹരിയാണ്. ഏകദേശം 2% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് വിപ്രോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. വിപ്രോ ഓഹരികളുള്ള ഈ ഒരു മൂവ്മെൻറ്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അൺഫോർച്ചുനേറ്റ്ലി വിപ്രോയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വിപ്രോയുടെ കേസിലും മറ്റ് ടെക്നോളജി സ്റ്റോക്സിലും ഇന്നലെ നമ്മൾ കണ്ട ഒരു റിക്കവറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിങ്. സോ ഇത് നമുക്ക് ഒരിക്കലും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കരുതാൻ സാധിക്കത്തില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 275 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം.
പൈസാലോ ഡിജിറ്റലിലുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. പൈസാലോ ഡിജിറ്റലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്നലെ ഏകദേശം ഒരു 4% ഇടിവിൽ 35.65 എന്നൊരു നിലയിലാണ് ഒരു സ്മോൾ ക്യാപ്പ് ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 28 ഒരു പുതിയ 52 വീക്ക് ലോയിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. പൈസാലോ ഡിജിറ്റലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? പൈസാലോ ഡിജിറ്റൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിലും നമുക്ക് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിലും നമുക്കൊരു ഷോർട്ട് കവറിംഗ് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 30 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ആദ്യത്തെ 45, 55, 60. ഇന്നലെ വളരെ ശക്തമായിട്ട് ക്ലോസിംഗ് നടത്തിയ ഒരു സെക്ടർ റിയൽറ്റി ആയിരുന്നു. റിയൽറ്റിയിൽ തന്നെയും ഗോദ്രേജ് പ്രോപ്പർട്ടീസിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 3.25% മുകളിൽ ഒരു നേട്ടം നൽകി ക്ലോസ് ചെയ്യാനായിട്ട് ഗോദ്രേജ് പ്രോപ്പർട്ടീസിന് സാധിച്ചിട്ടുണ്ട്. ഗോദ്രേജ് പ്രോപ്പർട്ടീസിലുള്ള താങ്കളുടെ ഒരു ട്രെൻഡിനെ സംബന്ധിച്ചുള്ള വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഗോദ്രേജ് പ്രോപ്പർട്ടിയുടെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. നമുക്ക് ഈ ഒരു സ്റ്റോക്കിലും ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് 1880 രൂപയ്ക്ക് അടുത്തൊരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്യാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. സോ അതിനെ തുടർന്ന് ഷോർട്ട് കവറിങ്ങിന് ഒരു ഹൈ പോസിബിലിറ്റി ഉണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1880 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. ബട്ട് മുകളിലോട്ട് റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ഏരിയ 2200, 2300. ഒപ്പം തന്നെ IEXുമായിട്ട് ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. IEXനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫെബ്രുവരിയിൽ അവരുടെ ട്രേഡിംഗ് വോളിയത്തിലടക്കം വളരെ ശക്തമായിട്ടുള്ളൊരു അപ്സൈഡ് മൂവ്മെൻറ്റ്, ഒരു വളർച്ച രേഖപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. കമ്പനി എക്സ്ചേഞ്ച് ഫയലുകൾ അറിയിച്ചിട്ടുള്ളത്. ഓഹരികളിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 0.5% മുകളിൽ ഒരു ഇടിവിൽ ക്ലോസ് ചെയ്തുകൊണ്ടാണ് ഇന്നലെ IEX ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. IEXിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ IEXന്റെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. നമുക്ക് ഈ ഒരു സ്റ്റോക്കിലും അറ്റ് ദ മൊമെന്റ് ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 150 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വീണ്ടും സെല്ലിംഗ് പ്രഷർ ഇൻക്രീസ് ആകാൻ ചാൻസ് ഉണ്ട്. ഈ സ്റ്റോക്കിൽ ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 175, അതിനുശേഷം 185 റെസിസ്റ്റൻസ് ലെവൽസ് ആയിരിക്കാൻ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അടുത്തതായിട്ട് റെഡിങ്ടണുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. റെഡിങ്ടണെ സംബന്ധിച്ചിട്ട് ഇന്നലെ വളരെ ശക്തമായിട്ടുള്ളൊരു ബൈയിങ് ട്രേഡിങ്ങിൻ്റെ അവസാന ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു സെക്കൻഡ് ഹാഫിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 3.5% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ട് 232.2 എന്ന നിലയിലാണ് റെഡിങ്ടൺ ഓഹരികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. റെഡിങ്ടണിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? റെഡിങ്ടൺ ഹാസ് ബീൻ വൺ ഓഫ് ദ സർപ്രൈസസ്. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലായിരുന്നു ഇതിൻ്റെ ബോട്ടം കാണാൻ സാധിച്ചത് 160 രൂപയ്ക്ക് അടുത്ത്. അതിനുശേഷം ഗ്രാജുവലായിട്ട് ഈ സ്റ്റോക്കിലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ആയിട്ടുണ്ട്. അതിനെ തുടർന്ന് അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് എങ്കിൽ സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 240 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് പ്രദീപ് സർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. ഏതായാലും ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും ഒപ്പം തന്നെ എക്സ്പെർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.